ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? നമ്മൾ ഈ പതാക അങ്ങോട്ട് ഉയർത്തത്തില്ലേ, ഉയർത്തുമ്പം പതാക തുറക്കുന്നില്ല. ഒന്നല്ല രണ്ടല്ല, ഈ ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട പതാകകളൊന്നും ഇങ്ങനെ പാറി പറക്കുന്നില്ലായിരുന്നു. അതെന്താ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല. അതിന് പരിഹാരവും ലാസ്റ്റിൽ കണ്ടുപിടിച്ചു നമ്മുടെ ആൾക്കാർ. നമ്മളവിടെ കളി പതാക അങ്ങോട്ട് പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. ആദ്യം നമുക്ക് ഈ പതാക പറക്കാതിരിക്കുന്നത്, അതായത് അങ്ങോട്ട് നിവർന്ന് പറക്കാതിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. ഇപ്രാവശ്യത്തെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അത്. ഈ പതാക കിട്ടിയതെല്ലാം ഒരാൾ തന്നെ ആണോ എന്ന് എൻ്റെ ഒരു ചിന്ത. അതായത് ഒരു സ്ഥലത്തും പതാക കൊണ്ട് നിവർന്ന് വരുന്നില്ലെന്നേ. കണ്ടു നോക്കുക. അവസാനം അതിനെ താഴെ എടുത്ത് അതിന്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് നിവർത്തി മേലോട്ട് വിട്ടു. കൊള്ളാല്ലേ? അടുത്തത് പതാക അങ്ങോട്ട് നിവർന്നില്ല, വലിച്ച് താഴെ ഇട്ടു, നിവർത്തിയിട്ട് ഇനി കെട്ടിക്കയറ്റാന്ന് വിചാരിച്ചു. കൊള്ളാം അല്ലേ? ഐഡിയ കൊള്ളാം. എങ്ങനെയുണ്ട്? നിവർന്നില്ലെങ്കിൽ അതിനകത്ത് കേറി, അതായത് പതാക ഉയർത്താനായിട്ട് ഉണ്ടാക്കിയ അതില്ലേ, അതിനകത്ത് കേറി നമ്മൾ പതാകയുടെ കെട്ടഴിച്ച് നിവർത്തി. നമ്മളോട് കളി അല്ലേ? അതിനൊക്കെ ഒന്ന് ചവിട്ടുന്നൊക്കെ ഉണ്ട്. ആരും കാണണ്ട. എന്നാലും പിന്നെ പതാക നിവർത്തണ്ടേ? എന്തോ ചെയ്യാനാ? രാവിലെ വീട്ടിൽ ഇത് പതാക ഉയർത്താന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ഒഴിക്കാൻ പറ്റുന്നില്ല. പതാക കിട്ടിയത് വിറവും കമ്പിലാന്ന് തോന്നുന്നുണ്ട്. പതാക ഒന്ന് പിടിച്ചപ്പോഴത്തേന് വിറവും കൊള്ളി ഒടിഞ്ഞിങ്ങ് പോരുന്നു. പതാകയും ഒടിഞ്ഞു പോയി. ഇനി ഇതെങ്ങനെ നിവർത്ത്? നേരത്തെ നമ്മുടെ മൂത്രമൊഴിക്കാൻ പറ്റാതായ ഒരു വീഡിയോ കണ്ടില്ലേ? അതിലെന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നമുക്ക് എടച്ചേക്ക, നീ എന്നാലും കൊള്ളാലോ. ഈ അമ്മാവന്റെ പൊട്ടിച്ചല്ലോ.